എല്ലാവർക്കും സ്വാഗതം. ഞാൻ സുനിഷ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് പൈനാപ്പിൾ കൊണ്ടുള്ള ഒരു ഹൽവയാണ്. നമുക്ക് ഉണ്ടാക്കി നോക്കാം. പൈനാപ്പിൾ ഹൽവ ഉണ്ടാക്കാൻ ഞാനിവിടെ കുറച്ച് പൈനാപ്പിൾ ജ്യൂസ് അടിക്കാൻ വേണ്ടിയും ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയത് ഹൽവയിൽ ഇടാൻ വേണ്ടിയുമാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ബാക്കി സാധനങ്ങൾ ഞാൻ ഹൽവ ഉണ്ടാക്കുമ്പോൾ പറഞ്ഞുതരാം. ആദ്യം ഈ പൈനാപ്പിൾ ഒന്ന് ജ്യൂസ് അടിച്ച് വരാം. പൈനാപ്പിൾ ജ്യൂസാക്കി അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടായ ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച പൈനാപ്പിൾ ഇട്ട് കൊടുക്കാം. അതിലേക്ക് 2-3 സ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം. പഞ്ചസാരയെല്ലാം അലിഞ്ഞ് വരുന്നത് വരെ ഇത് തീയിൽ വെക്കണം. ഇപ്പോൾ പഞ്ചസാരയെല്ലാം അലിഞ്ഞു. ഇനി ഇതിൽ നിന്നും ഇത് കോരി വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഈ പാത്രത്തിലേക്ക് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഈ ജ്യൂസ് നല്ലവണ്ണം ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് കോൺഫ്ലവർ കലക്കി വെച്ചിട്ടുണ്ട്, അത് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി മധുരത്തിന് ആവശ്യമായ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം. അത് നമ്മളെടുത്ത പൈനാപ്പിളിൻ്റെ മധുരം നോക്കി ഇട്ട് കൊടുത്താൽ മതി. ഇതിന് വറ്റി വരുന്നത് വരെ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഇതിലേക്ക് നേരത്തെ എടുത്ത് വെച്ച ചെറിയ ചെറിയ പൈനാപ്പിൾ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് നട്ട്സ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല കളർ വേണമെന്നുള്ളവർക്ക് കളർ കൂടി ചേർക്കാവുന്നതാണ്. ഞാൻ കളറൊന്നും ചേർക്കുന്നില്ല. ഇനി ഇത് കുറുകി വരുന്നത് വരെ കാത്തിരിക്കാം. ഇത് കുറുകി വരാൻ തുടങ്ങിയാൽ ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോഴിത് പാത്രത്തിൽ നിന്നും വിട്ടുവരുന്ന ഒരു പാകമായി. ഇനി തീ ഓഫ് ചെയ്യാം. ഞാൻ ഇതുപോലൊരു പാത്രത്തിലേക്കാണ് ഇത് ഒഴിക്കാൻ പോകുന്നത്. ഇതിൽ കുറച്ച് നെയ്യ് തടവിയിട്ടുണ്ട്. ഇനി ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ചൂടാറുന്നത് വരെ കാത്തിരിക്കാം. ഹൽവ ഇപ്പോൾ ചൂടൊക്കെ ആറി നല്ല സെറ്റായി വന്നു. ഇതിന് ഇഷ്ടമുള്ള രീതിയിൽ മുറിച്ച് ഉപയോഗിക്കാം. ഈ പൈനാപ്പിൾ ഹൽവ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എല്ലാവരുടെയും അഭിപ്രായങ്ങളും അറിയിക്കണം. ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ്.